എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര ചുക്കൈക്കാട്ട് ശ്രീരാമ ഹനുമത് ദേവസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീശങ്കര വിദ്യാപീഠത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന രാമായണ മാസ ആചരണത്തിന്റെ ഭാഗമായി ഉള്ള പ്രഭാഷണ പരമ്പരകൾ. അതിലിന്ന് 7-ാം ദിവസം. ഇന്ന് പ്രഭാഷണം അവതരിപ്പിക്കുന്ന കുട്ടികള് അനിത എസ്, യാത്രിക അരവിന്ദ്. രാമസന്ധ്യാനാമം ചൊല്ലുന്നത് നേഹ. അനിത നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിൽ പ്രഭാഷണം അവതരിപ്പിച്ച ഒരു കുട്ടിയാണ്. ഈ വർഷവും ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് തിരക്കുകളുണ്ട്. അതിൻ്റെ ഇടയിലും പ്രഭാഷണം പറയണമെന്ന് വളരെ ആഗ്രഹം. അതിനുവേണ്ടി നന്നായിട്ട് അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടി, സമയം കണ്ടെത്തി. പരീക്ഷയുടെ തിരക്കിൻ്റെ ഇടയിൽ ഏറ്റവും അധികം അഭിനന്ദനം അർഹിക്കുന്നു. ഇങ്ങനെ ഒരു സന്മനസ്സോടുകൂടി മുന്നിലേക്ക് വന്നതിന്. കാരണം ചെറിയ കുട്ടികൾക്കൊക്കെ മാതൃകയാകേണ്ടത് അനിതയെ പോലെയുള്ള വലിയ കുട്ടികളാണ്. അപ്പോൾ അത് കണ്ടു വേണം കൊച്ചനുജത്തിമാരൊക്കെ പഠിക്കാൻ. എത്ര തിരക്കുണ്ടെങ്കിലും ശരി, ശ്രീരാമചന്ദ്രസ്വാമിയുടെ കർക്കടക മാസത്തിലുള്ള ഈ രാമനാമജപം ഇതിനകത്ത് പങ്കെടുക്കുന്നതുകൊണ്ട് എന്താണ് നമുക്ക് കിട്ടുക എന്ന് ചെറിയ കുട്ടികൾ മനസ്സിലാക്കുന്നത് വലിയ കുട്ടികൾ അതിനകത്ത് വന്ന് ഇതുമാതിരി പങ്കെടുക്കുമ്പോഴാണ്. അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. ആരാത്രിക അരവിന്ദ് ആദ്യമായിട്ടാണ് നമ്മുടെ പ്രഭാഷണ പരമ്പരയിലേക്ക് വരുന്നത്. ഇന്നിപ്പോൾ ചോദ്യം ചോദിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ്. ഭാവിയിൽ നമുക്ക് നല്ലൊരു പ്രഭാഷണം കാഴ്ചവെക്കുന്ന ഒരു കുട്ടിയായിട്ട് നമുക്ക് കാണാം. ഈ വർഷം തന്നെ ഒരു പ്രഭാഷണവും കൂടെ ആരാത്രിക അവതരിപ്പിക്കും. പിന്നെ ഉള്ളത് നേഹയാണ്. നേഹ ഒരു വലിയ ഒരു ചിത്രകാരിയാണ്. ഒരുപാട് പടങ്ങൾ കഴിഞ്ഞ നമ്മുടെ ക്യാമ്പിന്റെ സമയത്ത് കുട്ടികൾക്കായി നടത്തിയ ക്യാമ്പിൽ ഒരു ദിവസം കുറേ ചിത്രങ്ങൾ, ഒരുപാട് 50 ചിത്രങ്ങൾ കാണുന്നു. സ്വന്തമായിട്ട് വരച്ച പല പല ആശയങ്ങളിലുള്ള പല പല ചിത്രങ്ങൾ വരച്ച ഒരു കുട്ടിയാണ്. 2-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇത്രയും കുഞ്ഞു പ്രായത്തില് എന്തോ ഒരു വലിയ ഒരു ഈശ്വരന്റെ വിഭൂതി ആ കുട്ടി പ്രവർത്തിക്കുന്നു. അപ്പോ രാമസന്ധ്യാനാമം ചൊല്ലുന്നത് നേഹയാണ്. നേഹ ഒരുവിധമൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ അതൊക്കെ നേഹയെ നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരണം. നല്ലൊരു കലാകാരിയാണ്. ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ. ആ കല നന്നായിട്ട് വളരാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ശ്രീരാമചന്ദ്രസ്വാമിയും ഹനുമൻ സ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് ഇപ്പൊ തന്നെ പ്രാർത്ഥിക്കുകയാണ്, നേരത്തെ പ്രാർത്ഥിക്കുകയാണ്. 3 കുട്ടികളെയും ഏറ്റവും സന്തോഷത്തോടു കൂടി പരിപാടി അവതരിപ്പിക്കുവാൻ ക്ഷണിക്കുന്നു. ആദ്യം അനിതയും ആരാത്രികയും ചേർന്നുള്ള പ്രഭാഷണം. അതിന് അവരെ രണ്ടുപേരെയും ക്ഷണിക്കും. അനിത, ആരാത്രിക രണ്ടുപേരും വരൂ. ആരാത്രികയും കൂടെ ഒന്നേ. ആരാത്രിക വീഡിയോ ഓൺ ചെയ്യും. ഇനി രണ്ടുപേരും പ്രാർത്ഥന ചൊല്ലുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അവനവനെ ഏൽപ്പിച്ചിരിക്കുന്ന ഭാഗം ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ശ്രീരാമചന്ദ്രസ്വാമി അച്ഛന്റെ വാക്ക് നിറവേറ്റിയോ? വനത്തിലേക്ക് പോയോ? ആരെല്ലാം കൂടെ പോയി? ശത്രുക്കളെ നശിപ്പിക്കുന്നവനായ രാമൻ മരണതുല്യമായ വാക്ക് കേട്ടിട്ടും ഒട്ടും സങ്കടപ്പെടാതെ ദുഃഖിക്കാതെ കൈകേയിയോട് ഇങ്ങനെ പറഞ്ഞു: അങ്ങനെ തന്നെ ആകട്ടെ, ഞാൻ ജടാവൽക്കലധാരിയായ
രാജപ്രതിജ്ഞ പാലിക്കുന്നതിനായി ഇവിടെ നിന്നും കാട്ടിൽ വസിക്കാൻ ഇതാ പോകുകയാണ്. ഭവതിക്ക് യാതൊരാശങ്കയും വേണ്ട. സുപ്രീതയായി ഭവിച്ചാലും പിതാവിന്റെ അഭിഷ്ടം ഞാൻ അനുസരിക്കാതിരിക്കുമോ? പിതൃവാക്യ പരിപാലനം എന്റെ ധർമ്മമാണ്. തന്റെ ആഗ്രഹം സഫലമായി എന്ന സന്തോഷത്തിൽ കൈകേയി രാമനെ വനത്തിലേക്ക് പോകുവാൻ തിടുക്കപ്പെടുത്തി. കൈകേയിയുടെ തിടുക്കം കണ്ടിട്ട് ശ്രീ രാമചന്ദ്രസ്വാമി പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ദേവി, ഞാൻ സുഖഭോഗങ്ങൾ അനുഭവിക്കാനായി ലോകത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നവനല്ല. ഞാൻ ഋഷിമാരെ പോലെയാണ്. പരമധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നവനാണ്. പിതാവിന്റെ ഇഷ്ടം എന്താണെങ്കിലും അത് എന്റെ പ്രാണങ്ങളെ പരിത്യജിച്ചിട്ട് പോലും ഞാൻ ചെയ്തിരിക്കും എന്ന് മനസ്സിലാക്കിയാലും, കാരണം പിതൃവാക്യ പരിപാലനം പോലെ മഹത്തരമായ ഒരു ധർമാനുഷ്ഠാനം വേറെയില്ല. ഞാൻ അമ്മയെ അഭിവാദനം ചെയ്തതിനു ശേഷം സീതയെയും അനുനയിപ്പിക്കുകയും ചെയ്തതിനു ശേഷം ഉടൻ തന്നെ ദണ്ഡകാരണ്യത്തിലേക്ക് പോകുന്നതാണ്. ഭരതൻ രാജ്യം പരിപാലിക്കട്ടെ, പിതാവിന്റെ പരിപാലനവും ചെയ്തുകൊണ്ടിരിക്കട്ടെ. ഇത് ചെയ്യിപ്പിക്കുന്നതാണ് ഭവതിയുടെ കർത്തവ്യം. അപ്രകാരമാണല്ലോ സനാതനധർമ്മം. നിസ്സംഗനായ ഋഷീശ്വരനെ പോലെ ശ്രീരാമൻ തന്റെ അമ്മയായ കൗസല്യാദേവിയുടെ സമീപത്തേക്ക് പോയി. പ്രഭാതത്തിൽ വിഷ്ണു പൂജയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു കൗസല്യ. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന അഹിത കാര്യങ്ങളൊന്നും ആ അമ്മ അറിഞ്ഞിരുന്നില്ല. അമ്മ മകനെ അനുഗ്രഹിച്ചു, ഭക്ഷണം കഴിക്കാനായി ക്ഷണിച്ചു. രാമൻ പറഞ്ഞു, ദേവി, ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് ഭവതിക്കും വൈദേഹിക്കും ലക്ഷ്മണനും അത്യന്തം അഹിതമായ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് ദേവിക്ക് അത്യന്തം അഹിതമായ അവസ്ഥയാണ്. അറിഞ്ഞിട്ടില്ലല്ലോ, ഞാൻ ഇനി ദർപ്പാസനത്തിൽ ഇരിക്കേണ്ടവനാണ്. കായ്കനികൾ മാത്രം ഭക്ഷിച്ച് മുനിമാരെ പോലെ കാട്ടിൽ കഴിയേണ്ടവനാണ്. മഹാരാജാവ് ഭരതനെ യുവരാജാവായി വഹിക്കാൻ പോകുകയാണ്. എന്നെ ദണ്ഡകാരണ്യത്തിൽ താമസിക്കാനായി അയക്കുകയാണ്. 14 വർഷം വനത്തിൽ കഴിയേണ്ടതുണ്ട്. ഇത് കേട്ട് തളർന്നു പോയ അമ്മയെ രാമൻ ആശ്വസിപ്പിച്ചു. ഈ സമയം കോപം കൊണ്ട് ജ്വലിച്ച ലക്ഷ്മണൻ പറഞ്ഞു, കൈകേയിയെ പ്രീതിപ്പെടുത്തുവാനായി അച്ഛൻ ഈ ഹീനമായ പ്രവൃത്തി ചെയ്താൽ ആ അച്ഛനെയും അതിന് കൂട്ടുനിൽക്കുന്ന ആരായാലും അവരെയും ഞാൻ വധിക്കും. ജ്വലിക്കുന്ന തീയായാലും വനമായാലും അതിലേക്ക് രാമൻ പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ പ്രവേശിച്ചിരിക്കും. ഇതെന്റെ ശപഥമാണ്. ഇത്രയും ആയപ്പോഴേക്കും കൗസല്യ പറഞ്ഞു, ധർമ്മജ്ഞനായ മകനെ, ധർമ്മം വെടിയാത്തവനെ, നീ ധർമ്മം അനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണെങ്കിൽ ഇവിടെ വസിച്ചുകൊണ്ട് എന്നെ ശുശ്രൂഷിക്കേണ്ടതാണ് നീ ചെയ്യുന്ന ധർമ്മം. ഇതിന് മറുപടിയായി ശ്രീരാമൻ പറഞ്ഞു, പിതൃവാക്യം അനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് എന്റെയും അമ്മയുടെയും കടമയാണ്. വ്രതം ഉപവാസം ചെയ്ത് ഭർതൃഹിതം പ്രവർത്തിക്കാത്ത സ്ത്രീ പാപിനിയായി ഭവിക്കുന്നു. ഭർതൃ പരിപാലനം പരമ സ്വർഗത്തിലേക്കുള്ള മാർഗമാണ്. പിതൃവാക്യത്തിൽ ഉറച്ചു നിൽക്കലാണ് നേർവഴി. നീ അത് തന്നെ സത്യം, ധർമ്മം എന്ന് മനസ്സിലാക്കണം എന്ന് ലക്ഷ്മണനെയും ഉപദേശിച്ചു. കൗസല്യ മകനെ വനവാസത്തിനായി അനുഗ്രഹിച്ചു. കൗസല്യ മാതാവിന്റെ അടുത്ത് നിന്ന് രാമനും ലക്ഷ്മണനും എങ്ങോട്ടാണ് പോയത്? അമ്മയെ അഭിവാദനം ചെയ്തതിനു ശേഷം രാമൻ വനത്തിലേക്ക് പുറപ്പെട്ടു. പ്രധാനുഷ്ഠാനങ്ങളിൽ മുഴുകിയിരിക്കുന്ന വൈദേഹി, അതായത് സീത, ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. അവളുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് യുവരാജാവായുള്ള രാമന്റെ പട്ടാഭിഷേകം മാത്രമായിരുന്നു. സ്വൽപ്പം സങ്കോചത്തോടു കൂടിയാണ് ശ്രീരാമൻ സ്വഗൃഹത്തിലേക്ക് ചെന്നത്. സീത പരിഭ്രമത്തോടെയാണ്, അതായത് രാജോചിതമായ അകമ്പടികൾ ഒന്നുമില്ലാതെ വരുന്ന ചിന്താവ്യാകുലനായ ശ്രീരാമനെ കണ്ടത്. സീതയെ കണ്ടതോടുകൂടി ശ്രീരാമൻ ശോകം സഹിക്കാൻ കഴിയാതെ, അങ്ങയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ച സീതയോട്, സീതേ, അച്ഛൻ എന്നെ കാട്ടിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ്. പിതാവ് കൈകേയി മാതാവിന് 2 വരങ്ങൾ കൊടുത്തു. എന്നെ കാട്ടിലേക്ക് അയക്കുകയും ഭരതനെ യുവരാജാവായി
അഭിഷേകം ചെയ്യുന്നതുമായിരുന്നു ആ 2 വരങ്ങൾ. വനത്തിലേക്ക് യാത്രയാകുന്ന ഞാൻ ഭവതിയെ ഒന്ന് കാണാൻ വന്നതാണ്. യുവരാജാവാകുന്ന ഭരതനെ അനുസരിക്കണം, വ്രതങ്ങളെല്ലാം അനുഷ്ഠിക്കണം, പിതാവായ ദശരഥനെ നിത്യം വന്ദിക്കണം, കൗസല്യ മാതാവിനെ പരിപാലിക്കണം, മറ്റു മാതാക്കളെയും വന്ദിക്കണം, സ്നേഹിക്കണം. ഭരത ശത്രുഘ്നന്മാരെ പുത്രന്മാരെ പോലെയും സഹചരെ പോലെയും പരിഗണിക്കണം. ഇത് കേട്ട സീത ഒട്ടും പതറാതെ ഇങ്ങനെ പറഞ്ഞു: ഭാര്യയായ ഒരു സ്ത്രീ ഭർത്താവിന്റെ കർമ്മങ്ങളുടെ പങ്കാളിയാണ്. അതുകൊണ്ട് ഞാനും വനവാസത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങയോട് കൂടെ അങ്ങയുടെ മുൻപിൽ തന്നെ വനത്തിലേക്ക് വരുന്നതാണ്. ശ്രീരാമൻ വനവാസത്തിലെ പ്രയാസങ്ങളും അപകടങ്ങളും എല്ലാം പറഞ്ഞു. സീതയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും സീത പിന്മാറിയില്ല. അടുത്ത നിമിഷം ലക്ഷ്മണനും അങ്ങയെ കൂടാതെ എനിക്ക് ഒരു നിമിഷം പോലും ഇവിടെ കഴിയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വനത്തിൽ അങ്ങയെയും വൈദേഹിയെയും സംരക്ഷിച്ചുകൊണ്ട് എപ്പോഴും ഉണ്ടായിരിക്കും. ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അങ്ങനെ അവർ 3 പേരും എല്ലാ രാജകീയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഉപേക്ഷിച്ച് മരവരി ധരിച്ച് കാട്ടിലേക്ക് പുറപ്പെട്ടു. ശ്രീരാമചന്ദ്രസ്വാമിയുടെ വനയാത്രയെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ? ദശരഥ മഹാരാജാവ് ഒരുവിധം തന്റെ പ്രജ്ഞ വീണ്ടെടുത്ത് സുമന്ത്രനോട് രാമന്റെ കൂടെ ചതുരംഗ സേനയെ അയക്കണമെന്ന് പറഞ്ഞു. രാമന്റെ വനവാസം സുഖമാകാൻ വേണ്ടതെല്ലാം ചെയ്യണമെന്നും പറഞ്ഞു. ഇത് കേട്ട കൈകേയി ഏറ്റവും നിമിഷ്ടമായ വാക്കുകളാണ് പറഞ്ഞത്. അങ്ങയുടെ വംശത്തിൽ തന്നെ സകരൻ തന്റെ ജ്യേഷ്ഠന്റെ പുത്രനായ അസമഞ്ജൻ അവനെ നാടുകടത്തിയിട്ടുണ്ട്. അതുപോലെ രാമനും പോകണം. അപ്പോൾ സിദ്ധാർത്ഥൻ എന്ന രാജതമ്മതൻ പറഞ്ഞു: അസമഞ്ജൻ മഹാപാപിയായിരുന്നു, കുട്ടികളെ കൊല്ലുമായിരുന്നു. ശ്രീരാമൻ അങ്ങനെയാണോ? സത്യവാനും ധർമ്മവാനുമല്ലേ? ശ്രീരാമനിൽ നിന്നും എന്തെങ്കിലും പാപം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ദശരഥ മഹാരാജാവ് കൈകേയിയെ കണക്കിന് സഹകരിച്ചു. വനവാസത്തിന് പോകുന്ന ഞങ്ങൾക്ക് ഇതൊന്നും ഭൂഷണമല്ല, മരവരി മാത്രം മതി എന്ന് ശ്രീരാമൻ പറഞ്ഞു. സുമന്ത്രൻ തെളിയിച്ച രഥത്തിൽ അവർ 3 പേരും വനത്തിലേക്ക് യാത്രയായി. ബാലന്മാരും വൃദ്ധന്മാരും അയോധ്യാവാസികൾ എല്ലാവരും അവരുടെ പുറകിൽ വരാൻ തുടങ്ങി. ശ്രീരാമൻ എത്ര ശ്രമിച്ചിട്ടും അവരെ പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും രഥൻ തമസാ തീരത്തേക്ക് എത്തിയിരുന്നു. അവരുടെ വനവാസ ജീവിതത്തിലെ ആദ്യത്തെ രാത്രി സമാഗതമായി. ശ്രീരാമൻ വെള്ളം മാത്രം കുടിച്ച് ഇലകൾ കൊണ്ടുള്ള ശേഷിയിൽ സീതയോടൊപ്പം ശേഷിച്ചു. സുമന്ത്രനും ലക്ഷ്മണനും ഉറങ്ങാതെ കാവൽ നിന്നു. ശ്രീരാമൻ അതിരാവിലെ ഉണർന്നു. പിന്തുടർന്ന് വന്ന ജനങ്ങൾ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ രാമൻ പറഞ്ഞു: ഇവർ നമ്മെ വിട്ട് പിരിയുകയില്ല. അതിനാൽ ഈ സമയം ഇവരറിയാതെ പെട്ടെന്ന് തന്നെ നമുക്ക് തമസാ നദി കടക്കണം. എന്നിട്ട് സുമന്ത്രൻ രഥം വേറെ വഴി കൂടെ ഓടിക്കണം. ജനം നമ്മൾ എങ്ങോട്ടാ പോയതെന്ന് അറിയാൻ ഇടവരരുത്. പെട്ടെന്ന് സുമന്ത്രൻ രഥം ശരിയാക്കി. അവർ തമസാ നദി കടന്നു. നേരം പുലർന്നപ്പോൾ ശ്രീരാമനെ കാണാതെ ജനം സങ്കടത്തിലായി. ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗം നമുക്ക് നാളെ കേൾക്കാം. ഇന്ന് 2 കുട്ടികളും നല്ല രീതിയിൽ അവതരിപ്പിച്ചു, വളരെ സന്തോഷം. ഇനി നമുക്ക് നേഹയുടെ രാമസന്ധ്യാനാമം കേൾക്കാം. നേഹക്കുട്ടി തുടങ്ങിക്കോളൂ കേട്ടോ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോത്സവം വാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാധാത്മജം വാനരയൂകമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. രാമ 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 രാമ
രാമ രാമ രാമ രാമ രാമ രാമ പാഹി മാം രാഘവ മനോഹര മുകുന്ദ രാമ പാഹി മാം രാവണാന്തക മുകുന്ദ രാമ രാമ പാഹി മാം ഭക്തി മുക്തിദായക പുരന്ദരാദി സേവിത ഭാഗ്യവാരിദേ ജയ മുകുന്ദ രാമ പാഹി മാം ദീനതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദര മാനവശ്യകാമണി മുകുന്ദ രാമ പാഹി മാം നിൻ ചരിതമോത്തുവാൻ നിലവിലോർമ്മ തോന്നണം പഞ്ചസായ കോപമാ മുകുന്ദ രാമ പാഹി മാം ശങ്കര സദാശിവ നമ ശിവായ മംഗള ചന്ദ്രശേഖര ഭഗവ ഭക്തി കൊണ്ടു ജ്ഞാനിത രാമമന്ത്രമോ താമരേന്ദ്രനിലുവൻ രാമ രാഘവ മുകുന്ദ രാമ രാമ പാഹി മാം ശിക്ഷയോട് മത്സമായ അവതരിച്ച മാതവ ഭക്ഷസാംഗിതം പവിച്ച രാമ രാമ പാഹി മാം ധർമ്മമോട് മന്ദരാമുയർത്തുവാനയങ്ങളുടെ പൂർണ്ണമായവതരിച്ച രാമ രാമ പാഹി മാം ആരിടം പിളർന്നു ചെന്നു തേറ്റമേലി ഭൂമിയെ പന്നിയായി വീണ്ടു കൊണ്ട രാമ രാമ പാഹി മാം നാരസിംഹരൂപമായ രാധനായ വാമന മുകുന്ദ രാമ പാഹി മാം രാധനായ വാമന മുകുന്ദ രാമ പാഹി മാം ഭംഗിയോട് ഭൂമി തന്നെ ബ്രാഹ്മണർക്കു നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമ രാമ പാഹി മാം ഭൂമി പാരമാശു തീർത്തു രക്ഷ ചെയ്വ നിന്നവോ ബ്രഹ്മദേവനായി വരിച്ച രാമ രാമ പാഹി മാം ആകയാലയോറ്റ മന്യനാം ദശരഥനുടെ ആത്മപുത്രനായി ജനിച്ച രാമ രാമ പാഹി മാം ദുഷ്ടരാം നിശാചരാവതം കഴിച്ചു യാഗം പുഷ്ടമായി മുടിച്ചു നീ മുകുന്ദ രാമ പാഹി മാം ഗൗതമന്റെ ശാപമേറ്റു കല്ലതായി കിടന്നൊരു പഞ്ചനീർമിഴിക്ക് മോക്ഷമീണ്ട രാമ പാഹി മാം ഹിന്ദു വിശ്വനായകനുടെ വിൽമുടിച്ചു സീതയെ വരിച്ച രാമ പാഹി മാം അച്ഛനോടും അമ്മയോടും ആശീർവാദവും ദഹിച്ചു പിച്ചമാ വർക്കലം ധരിച്ച രാമ പാഹി മാം ഭക്തന് ഭരതപാക്ഷിതം ശ്രവിച്ചു പ്രൈതു ധർമ്മ തർപ്പണങ്ങൾ ഭക്തിയായി കടിച്ചവടെ രാമ രാമ പാഹി മാം പാതുകമ്പരേതനങ്ങ് പൂജ ചെയ്തു കൊള്ളുവ പ്രീതിയായി കൊടുത്തയച്ച രാമ രാമ പാഹി മാം ഭക്തനാം ജടായുവിന് മോക്ഷവും കൊടുത്ത് പിന്നെ ശക്തനാം കബന്ധനെ വരിച്ച രാമ പാഹി മാം ശബരിയാശ്രമേ ഹിമിച്ചു സർവകാര്യവും ദഹിച്ചു ശബരിയും ഗതിയടഞ്ഞ രാമ രാമ പാഹി മാം സീതയോട് ചൊൽവതിന്ന ശില്പമായ വാക്യവും ചന്ദ്രനോട് ചൊല്ലിവിട്ട രാമ രാമ പാഹി മാം ഇന്ദ്രജിത്തിനെ വധിച്ച സുന്ദര കുമാരനായി ലക്ഷ്മണാഗ്രജാതി മുകുന്ദ രാമ പാഹി മാം ലങ്ക ചുട്ടു ഭസ്മമാക്കി വന്ന മാരുതിക്കുടൻ സങ്കടങ്ങളാശ തീർത്ത രാമ രാമ പാഹി മാം വഞ്ചിറ തൊടുത്തു പിന്നെ വാത്സമോദമോദന വാരിധി കടന്നു ചെന്ന രാമ രാമ പാഹി മാം ദുഷ്ടനന്ദശാലനെന്റെ കണ്ഠവുന്നു കമ്പമാർന്ന രാവണന്റെ തമ്പിയായി വിശ്വസിടുന്ന കുംഭകർണനെ ഹനിച്ച രാമ രാമ പാഹി മാം ഇന്ദ്രജിത്തിനെ വധിച്ച കുമാരനായി ലക്ഷ്മണാഗ്രജാതി മുകുന്ദ രാമ പാഹി മാം ദുഷ്ടനന്ദശാലനെന്റെ കണ്ഠവും നുരിച്ചു പിന്നെ ശിക്ഷരക്ഷ ചെയ്തു കൊണ്ട രാമ രാമ പാഹി മാം രാക്ഷസ രക്ഷയും വസന്തരയ്ക്ക് തക്ഷണേ വരുത്തി വെച്ച രാമ രാമ പാഹി മാം
വന്നിമണ്ഡലേരുന്നു സീതയെ വഹിച്ചു കൊണ്ടുവന്നയോധ്യ ബുക്കിലെന്ന രാമ രാമ പായിമ രത്നമകുടവും ധരിച്ചു ദേവിയോട് കൂടവി രത്നമഞ്ചമങ്ങതിൽ വസിച്ച രാമ പായിമ രാജവാസിയായവർക്കു പൂജനായിരുന്നു തത്ര രാജപാലനം വഹിച്ച രാമ രാമ പായിമ ഭക്തിയോട് സന്ധ്യനാമ കീർത്തനം വഹിച്ചു ഞാൻ മുക്തി വന്നിടാൻ മുകുന്ദ രാമ രാമ പായിമ രാമ 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 പായിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പായിമ. നേഹക്കുട്ടി നന്നായിട്ടൊക്കെ ചൊല്ലി കേട്ടോ. അടുത്ത പ്രാവശ്യം നമുക്ക് ഇനിയും നിറയെ ചൊല്ലണം. നല്ല നല്ല ശ്ലോകങ്ങളൊക്കെ ചൊല്ലണം. മിടുക്കിക്കുട്ടിയായിട്ട് വരണം. ശ്രീരാമേന്ദ്രസ്വാമി അനുഗ്രഹിക്കട്ടെ കുഞ്ഞിനെ. ചേട്ടാ സായിറാം. ഇന്ന് രാമായണ മാസത്തിന്റെ ആറാം ദിവസമാണ്. കേൾക്കാമോ അവരെ സാറേ? കേൾക്കാമോ? കേൾക്കാൻ പറ്റും. ആറാം ദിവസമാണ്. ഏഴാം ദിവസമാണ്. രാമായണ കഥ പറയാനും കീർത്തനം ചെല്ലാനും ഭാഗ്യമുണ്ടായത് അനിതയ്ക്കും ആരാത്രിയും നേഹയ്ക്കുമാണ്. നേഹയോട് ഇന്നലെ ഞാൻ പറഞ്ഞ കണക്ക് നേഹയോട് ഇന്ന് പറയുകയാണ്, ഈ സന്ധ്യാനാമം ഒരിക്കലും മുടക്കരുത്. എല്ലാ സന്ധ്യകളിലും ജപിക്കണം. കർക്കിടക മാസത്തേക്ക് മാത്രം പോരെ, എല്ലാ സന്ധ്യകളിലും ജപിക്കണം കേട്ടോ. അതിൻ്റെ എല്ലാ സൽഫലങ്ങളും അനുഭവിക്കാനായിട്ട് ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്യും. ആരാത്രിയുടെ ചോദ്യത്തിന് നല്ല രീതിയിൽ മറുപടിയില്ല. ശരിക്ക് പഠിച്ചതിന് ശേഷമാണ് അനിത അവതരിപ്പിച്ചത്. അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അച്ഛൻ്റെ വാക്കനുസരിക്കാനായിട്ടുള്ള ആ വ്യഗ്രതയും, എന്താ പറഞ്ഞത്, അച്ഛനാജ്ഞാപിച്ചാൽ ഞാനത് സസന്തോഷം സ്വീകരിക്കും. സീതയും രാജ്യത്തെയും ധനത്തെയും എല്ലാം തന്നെ, പ്രാണനെ തന്നെ ഞാൻ ഉപേക്ഷിക്കും, ഭരതന് നൽകും. ഇതൊക്കെ നമുക്കുള്ള പാഠങ്ങളാണ്. അതുപോലെ എല്ലാ ഉത്തരങ്ങൾക്കും ഓരോരോ ഉദ്ദേശങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. അതൊക്കെ നമുക്കുള്ളതാണ്. നമ്മളും അതുപോലെ തന്നെ ആയിത്തീരണമെന്നുള്ള സന്ദേശങ്ങളാണ് രാമായണത്തിൽ ഉടനീളം ഉള്ളത്. വെറുതെ രാമായണം വായിച്ചാൽ പോരാ. അതിലുള്ള ഗൂഢാർത്ഥങ്ങളെല്ലാം മനസ്സിലാക്കണം. അതിന് നിങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. ആര് മുഖാന്തരം? ഗുരുനാഥൻ പരമേശ്വരൻ സാർ മുഖാന്തരം. ഭഗവാൻ അദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുകയാണ്. ഒരാളെയെങ്കിലും രാമനാമം ജപിക്കാൻ നീ തയ്യാറാകണം. അത് തപസ് പോലെ അദ്ദേഹം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? കുട്ടികളത് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് രക്ഷകർത്താക്കളും. ഭഗവാനെ ശരണാഗതി അടയാതെ ഒരു നിവൃത്തിയില്ല. അത് ഒരിക്കലും മറക്കരുത്. ഇന്ന് എനിക്കിതേ പറയാനുള്ളൂ. എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ചൊരിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നമസ്കാരം സർ. അനിത, ആരാത്രിക, പിന്നെ നേഹക്കുട്ടി നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്തു കേട്ടോ. 3 പേരും രാമായണത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഒത്തിരി സങ്കടം വരുന്ന ഒരു കഥാഭാഗമാണ് ഇന്ന് അവതരിപ്പിച്ചത്. ശ്രീരാമന്റെ ഔന്നത്യം ഇങ്ങനെ ഓരോരോ ഇതിലായിട്ട് ഇങ്ങനെ വിരിഞ്ഞു വരുമ്പോൾ അതിനകത്ത് നമുക്ക് സങ്കടവും അതേ സമയത്ത് ശ്രീരാമദേവനോടുള്ള നമ്മുടെ ഭക്തി ഒന്നുകൂടി വർദ്ധിക്കാനുള്ള ഒരു കാരണം കൂടിയാണ് ശ്രീരാമന്റെ ഇന്നത്തെ ഈ കഥയുടെ ഈ ഭാഗം. അപ്പോ വളരെ നന്നായിട്ട് ചോദ്യോത്തര രൂപത്തിലുള്ള അവതരണം ഒത്തിരി നന്നായിട്ടുണ്ട്. രണ്ടുപേരും നന്നായിട്ട് ചെയ്തു. പിന്നെ നേഹക്കുട്ടി നന്നായിട്ട് ചൊല്ലിട്ടോ. നേഹ നല്ലൊരു കലാകാരിയാണെന്ന് അറിഞ്ഞു. ഇനിയും നന്നായിട്ട് വരയ്ക്കുക, നന്നായിട്ട് ചൊല്ലുക കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ.
സായിരാം. അപ്പോ ഇനി നമുക്ക് നാളത്തെ പ്രോഗ്രാം നോക്കാം. നാളെ ഗാർഗി CA, മൈഥിലി അവർ രണ്ടുപേരും കൂടിയാണ് പ്രഭാഷണം അവതരിപ്പിക്കുക. കല്യാണി PK രാമസന്ധ്യാനാമം ചൊല്ലും. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ രാമായണ മാസത്തില് ഭഗവാൻ ശ്രീരാമേന്ദ്രസ്വാമിയെയും സീതാദേവിയെയും ലക്ഷ്മണനെയും ഭരതനെയും ശത്രുഘ്നെയും ഹനുമാൻ സ്വാമി എല്ലാം സ്മരിക്കാനുള്ളൊരു അവസരം നമുക്കുണ്ടായിരിക്കുകയാണ്. സ്വാമി മഠത്തിലെ ആർഷ വിദ്യാപീഠത്തിന്റെ നേതൃത്വത്തില് മഹാഭാഗ്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അത് പറഞ്ഞു തരാനും ഈ മാസം മുഴുവൻ രാമായണത്തിൽ, ഈ മാസമല്ല നിങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 2 മാസം മുമ്പേ തൊട്ട് തന്നെ ഫുൾ ടൈം രാമായണത്തിൽ ഇരിക്കാനുള്ളൊരു നിയോഗം ഭഗവാൻ തന്നിരിക്കുന്നു. അത് വളരെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുന്നു. ഇന്ന് അതേമാതിരി പ്രാക്ടീസിന് വരാൻ പറഞ്ഞപ്പോൾ എല്ലാ കുട്ടികളും ഇന്ന് വളരെ നന്നായിട്ട് എല്ലാവരും വന്ന് അറ്റൻഡ് ചെയ്തു. നിങ്ങളുടെ ആ ഒരു താല്പര്യം നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെതായ മാറ്റങ്ങൾ വരുത്തും. നിങ്ങളെ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും. ഇപ്പൊ ഞാൻ വൈകുന്നേരം ഒരു ന്യൂസ് വായിച്ചുള്ളൂ. ഒരു കുട്ടി, 9ാം ക്ലാസ്സിലെ കുട്ടി കൊല്ലത്ത് ഒരു ആറ്റിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഒരു കുറിപ്പ് എഴുതി വെച്ചിരിക്കുന്നു ബാഗിൽ, ഞാൻ ആത്മഹത്യ ചെയ്യാണ്. പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ പോലീസ് നോക്കുന്നുള്ളൂ, ഫയർഫോഴ്സ്. ഞാൻ നിങ്ങളുടെ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് പെട്ട ആ ന്യൂസ് കണ്ടത്. ഇതൊക്കെ നിത്യസംഭവമായി ഇപ്പൊ മാറിയിരിക്കുക. എങ്ങനെയാണ് ഇങ്ങനെയുള്ള ആ മനുഷ്യ മനസ്സ്, കുഞ്ഞുങ്ങളുടെ മനസ്സ് എങ്ങനെ തകർന്നു പോകുന്നതെന്ന് അത്ഭുതം തോന്നും. അതിന് മറുപടി ഒന്നാണ്, ഈ കുട്ടികൾക്കൊന്നും ഒരു ഈശ്വര കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുകയോ, എന്നെ നോക്കാൻ ഈ ഭൂമിയിൽ ഈശ്വരനുണ്ട്, എപ്പോഴും എന്നെ കാത്തുകൊള്ളും, എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഭഗവാൻ പരിഹാരം ഉണ്ടാക്കും, ഞാൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ പ്രശ്നങ്ങൾ മാറും എന്നുള്ള ഒരു ആത്മവിശ്വാസം, എന്നെ സംരക്ഷിക്കുന്നത് ഭഗവാനാണ്, വേറെ ആരുമല്ല, ആ ഭഗവാൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു അടിയുറച്ചൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുട്ടികൾ ചെയ്യില്ല. കുട്ടികളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അത്. കുട്ടികളും വലിയവരും ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ചും കുട്ടികളുടെ മനസ്സിൽ ഈ ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് എന്താണ് ഇതിനെക്കുറിച്ച് അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങള് ഇതേമാതിരി ആത്മീയമായിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുക. രാമായണത്തിലെ ശ്രീരാമേന്ദ്ര സ്വാമിയാണെങ്കിൽ എത്ര പ്രാവശ്യം ആത്മഹത്യ ചെയ്യണതാണെങ്കിൽ ആലോചിച്ച് നോക്കുക. അത്ര ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ? നമ്മൾ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ? അതേമാതിരി ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ നോക്കിയാൽ അറിയാം, ഭഗവാൻ എന്തെല്ലാം ബുദ്ധിമുട്ടുകളിൽ കൂടെയാണ് കടന്നു പോയിരിക്കുന്നത്. എല്ലാം തന്നെ പുരാണങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ എല്ലാം അറിയാം. അതെല്ലാം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈശ്വരൻ മനുഷ്യനായിട്ട് അവതരിച്ചിട്ട്, പ്രത്യേകിച്ചും ശ്രീരാമേന്ദ്രസ്വാമിയെ പോലെ ആ സാധാരണ മനുഷ്യനായിട്ടുള്ള ഒരു ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ ചില്ലറയൊന്നുമല്ല. ഒരു ആൾക്ക് വരാവുന്നതിന്റെ ഏറ്റവും ടോപ്പാണ് അവിടെ പ്രശ്നങ്ങൾ വന്നത്. ഇന്ന് രാത്രി ഞാനിപ്പോ യുവരാജാവാകും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാള് അടുത്ത മണിക്കൂറിൽ രാജാവായില്ലെന്ന് മാത്രമല്ല, വനത്തിലേക്ക് പോയി 1-2 ദിവസമല്ല 14 കൊല്ലം അവിടെ കഴിഞ്ഞോളണം. എന്തത് നിസ്സാര കാര്യമല്ലോ. അപ്പൊ അതൊക്കെ ഉൾക്കൊണ്ട് ഭഗവാൻ മുന്നോട്ട് പോകുന്നു. ഒരു മനസ്സ് പ്രയാസവുമില്ലാതെ അമ്മയുടെ അടുത്ത് വന്ന് പറയുന്നു, ഭാര്യയുടെ അടുത്ത് വന്ന് പറയുന്നു, അനിയനോട് പറയുന്നു. ഇപ്പൊ അച്ഛൻ പറഞ്ഞ വേറൊന്നും ഞാൻ ആലോചിക്കേണ്ട കാര്യമില്ല. അപ്പൊ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ധർമ്മം നിന്നെ സംരക്ഷിക്കും, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നിന്നെ കാട്ടില് ധർമ്മം സംരക്ഷിക്കുള്ളൂ. അതാണ് ധർമ്മത്തിന്റെ വില. നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ ധർമ്മത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. നിങ്ങൾ നന്നായിട്ട് ഇതിൽ ഉറയ്ക്കുക. നിങ്ങൾ കേൾക്കുന്ന കഥകളിൽ നിങ്ങളുടെ മനസ്സിനെ ഉറപ്പിക്കുക. അതാണ് എനിക്ക് പറയാം. ഈ കഥ കേൾക്കുന്തോറും, ഞാൻ ഈ 2 പേരെ ഇരുത്തിയത് എന്തിനു വേണ്ടി കഴിഞ്ഞാൽ, ഒരു ചോദ്യം ചോദിക്കുന്ന കുട്ടി തീർച്ചയായിട്ടും ആ ആൻസർ പറയുന്ന ആളുടെ ഭാഗങ്ങളെ കേൾക്കും, എന്നിട്ട് വേണമല്ലോ അടുത്ത ചോദ്യം ചോദിക്കാൻ. അപ്പൊ അങ്ങനെയെങ്കിലും ഇത് ഉള്ളില് കയറണം എന്നുള്ള ആണ് എൻ്റെ ലക്ഷ്യം. അതിനാണ് ഞാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ ഓൺ ചെയ്തിട്ട് പിന്നെ ചില വികൃതികളൊക്കെ ഇവിടെ ചില പടക്കം പൊട്ടിക്കുന്ന ചില സാധനങ്ങളൊക്കെ അതിനകത്ത് കൈ കൊണ്ടുള്ള പൂക്കളും ഒക്കെ അടിച്ചോണ്ടിരിക്കുന്നുണ്ട് കുറെ പേര്. സാരമില്ല, നന്നായി, ഒക്കെ എൻജോയ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഒരാളെയെങ്കിലും പൂർണ്ണമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യോത്തരം വെച്ചത്. അപ്പോ ചോദ്യം ചോദിക്കുന്ന ആൾക്കത് കേട്ടല്ലേ പറ്റുള്ളൂ സംബന്ധമായിട്ട്. എന്തായാലും നന്നായി. അങ്ങനെ എല്ലാവരും ഇതിനോട് സഹകരിക്കുന്നുണ്ട്, നന്നായിട്ട് പോകുന്നുണ്ട്. കുഞ്ഞുങ്ങളെല്ലാവരെയും ഹനുമാൻ സ്വാമിയും ഭഗവാൻ ശ്രീരാമേന്ദ്ര സ്വാമി, ലക്ഷ്മണസ്വാമിയും ഭരതസ്വാമിയും ശത്രുഘ്ന സ്വാമി എല്ലാവരും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് കാണാം. നേരത്തെ എല്ലാവരും കയറണം.
ഇന്നത്തെ പോലെ ധാരാളം പേര് ഇത് കേൾക്കണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കണം, ലിങ്ക് അയച്ചു കൊടുക്കണം. എല്ലാവരോടും പറയണത് കേൾക്കാൻ പറയണം. അരമണിക്കൂറിന്റെ കാര്യമല്ലേ ഉള്ളൂ, 8:30 ഉള്ളൂ. രാത്രി എല്ലാ ജോലികളും കഴിഞ്ഞ് പഠിത്തമൊക്കെ കഴിഞ്ഞ് ഊണും കഴിഞ്ഞ് കിടക്കുന്നതിന് മുന്നായിട്ട് ശ്രീരാമേന്ദ്ര സ്വാമിയെ സ്മരിച്ചുകൊണ്ട് കിടക്കാൻ മേലെ എല്ലാവരും അയച്ചു കൊടുക്കും. നിങ്ങൾ വേണം ഇത് പ്രൊമോട്ട് ചെയ്യാൻ. എല്ലാവർക്കും സായിറാം. നമുക്ക് നാളെ വീണ്ടും കാണാം. സായിറാം. സൈറാം സാർ